2024 രണ്ടാമത്തെ പ്രധാന ദിവസത്തിലേക്ക് വന്നു. ഈ വർഷം പ്രധാന ദിവസങ്ങളുണ്ട്. 365ഓളം പ്രധാന ദിവസങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? ഇത് യഹോവയുണ്ടാക്കിയ ദിവസം. ഇന്ന് നാം സന്തോഷിക്കുക. എല്ലാ ദിവസവും സന്തോഷിക്കണം. കാരണം എല്ലാ ദിവസവും ദൈവം ഉണ്ടാക്കിയതാണ്. ദൈവം ഉണ്ടാക്കിയതെല്ലാം സന്തോഷിക്കാനും. പിശാച് ഉണ്ടാക്കിയ ഒരു ദിവസം പോലുമില്ല. ചില വീടുകളിൽ ചെന്നാൽ, ചില വ്യക്തികളുടെ ജീവിതം നോക്കിയാൽ പിശാച് ഉണ്ടാക്കിയ ദിവസത്തിൽ ജീവിക്കുന്ന പോലെ തോന്നും. അങ്ങനൊരു ദിവസമില്ല. ദൈവം ഉണ്ടാക്കിയ ദിവസം ബൈബിൾ പറയുന്നു. ദൈവം ഉണ്ടാക്കിയതെല്ലാം സന്തോഷിക്കാനാണ്. പാഴ്ശൂന്യമായ ഭൂമിയെ ദൈവം വചനമയച്ച് വെളിച്ചമുണ്ടാക്കി, വെള്ളങ്ങൾ തമ്മിൽ വേർതിരിച്ചു, നിലത്ത് നിന്ന്, ശൂന്യമായ ഭൂമിയിൽ നിന്ന് നന്മകളെ മുളപ്പിച്ചു. അവ തഴച്ചു വളർന്ന് ഫലം പുറപ്പെടുവിച്ചു, പൂക്കൾ സുഗന്ധം പുറപ്പെടുവിച്ചു. രാത്രി വാഴാനും പകൽ വാഴാനും സൂര്യനെ ചന്ദ്രനെയെല്ലാം ആക്കി. അതുകൂടാതെ പർവ്വജാതികളെ, മുകളിലേക്ക് കുതിച്ചുയർന്ന സൗന്ദര്യം കൊണ്ട് നിറഞ്ഞ പർവ്വജാതികളെ ഉണ്ടാക്കി. കുതിച്ച് പായുന്ന മൃഗജാലങ്ങളെ ഉണ്ടാക്കി, കന്നുകാലികളെ ഉണ്ടാക്കി. നീന്തി തുടിക്കുന്ന ചെറുതും വലുതുമായ മത്സ്യസമ്പത്തുകളെ ഉണ്ടാക്കി. എല്ലാം ദൈവം ഉണ്ടാക്കിയ ഓരോ ദിവസവും നല്ലതായിരുന്നു. ഓരോ ദിവസവും സന്ധ്യയായി, ഉഷസായി, 1-ാം ദിവസം, 2-ാം ദിവസം, 6-ാം ദിവസം, 7-ാം ദിവസം ദൈവം സ്വസ്ഥതയിൽ പ്രവേശിച്ചു. 7 ദിവസങ്ങൾ, 7 ദിവസങ്ങൾ നല്ല ദിവസമാണ്. 6 ദിവസം ഉണ്ടാക്കി, 7-ാം ദിവസം സ്വസ്ഥതയിൽ പ്രവേശിച്ചു. 6 ദിവസം നാം സൃഷ്ടിക്കുകയാണെങ്കിൽ 7-ാം ദിവസം നമുക്ക് സ്വസ്ഥമായിരിക്കാം. 6 ദിവസം നമ്മൾ കഠിനാധ്വാനം ചെയ്താൽ 7-ാം ദിവസം നമ്മൾ ടയേർഡാവും. അന്ന് നമ്മൾ ക്ഷീണിച്ചു പോകും. ആ വിശ്രമമല്ല, ഇത് സ്വസ്ഥതയിലേക്ക്. അതെന്താണ്? ഇസ്രായേൽ മക്കൾക്ക് ദൈവം ഒരു ദിവസം സ്വസ്ഥത കൊടുത്തു. എന്തിനാണ്? ദൈവം ചെയ്ത ഉപകാരങ്ങളെ ഓർക്കുന്ന ഒരു ദിവസം. ഈ വർഷത്തെ എല്ലാ ഞായറാഴ്ചകളും ഒരു ഞായർ പോലും മുടക്കാതെ ഞാൻ എല്ലാ സഭായോഗങ്ങളെയും ആഘോഷിക്കും. എല്ലാ മീറ്റിങ്ങിലും ഞാൻ പങ്കെടുക്കുമെന്ന് ഒരു തീരുമാനമെടുക്കണം. ഒരു ഞായറാഴ്ച മുടക്കരുത്. നേരത്തെ യേശുവിനെ ആരാധിക്കാനായിട്ട് നിങ്ങൾ ഒരുങ്ങണം. ആ ദിവസം യേശുവിന് വേണ്ടി മാത്രം മാറ്റിവെക്കുക. ദൈവത്തെ സ്തുതിക്കാൻ, ദൈവത്തെ പാടാൻ. ഞായറാഴ്ചത്തെ ആ 3 മണിക്കൂർ മീറ്റിംഗ് മാത്രമല്ല, ഒരു ദിവസം മുഴുവനും കുടുംബമായിട്ട് കർത്താവിൽ സന്തോഷിക്കണം. ദൈവം ചെയ്ത ഉപകാരങ്ങൾ ഓർക്കണം. 6 ദിവസം മന്ന പെറുക്കിയവർ 7-ാം ദിവസം വിശ്രമിച്ചത് ബൈബിളിൽ കാണും. ആ 7-ാം ദിവസവും 6-ാമത്തെ ദിവസം 7-ാം ദിവസത്തേക്ക് വേണ്ടിയത് കൂടി ദൈവം അനുവദിച്ചു. അങ്ങനെ ദൈവം 40 ദിവസം കൊണ്ട് ശബത്ത് പഠിപ്പിക്കുകയായിരുന്നു. 5 ദിവസം പെറുക്കിയത് പോലെയല്ല, 6-ാം ദിവസം പെറുക്കിയപ്പോൾ ഇരട്ടി പെറുക്കാമായിരുന്നു. 6-ാം ദിവസം പെറുക്കിയത് 7-ാം ദിവസം ക്രമിച്ചു പോയില്ല. എന്നാൽ 1 തൊട്ട് 5 ദിവസം വരെയും പെറുക്കുന്നവർ അടുത്ത ദിവസത്തേക്ക് മന്ന പെറുക്കാൻ പാടില്ല. സ്വർഗത്തിലെ ദൈവദൂതന്മാരുടെ ഭക്ഷണം ദൈവം ഭൂമിയിലേക്ക് മഴ പോലെ പെയ്യിച്ചു. ആദ്യം മഞ്ഞ് പെയ്തു, അതിൻ്റെ മുകളിൽ മന്ന പെയ്തു, അതിൻ്റെ മുകളിൽ വീണ്ടും മഞ്ഞ് പെയ്തു. രാവിലെ കൂടാരത്തിൽ നിന്ന്, മരുഭൂമിയിലെ കൂടാരങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് കണ്ണും തിരുമ്മി വരുമ്പോൾ അവരുടെ കൂടാരമുറ്റത്ത് അവർക്കുള്ള മന്ന, അവർക്ക് ഭക്ഷിക്കേണ്ട മന്ന അവിടെ കിടക്കുകയാണ്. ഇതുപോലെ ഈ വർഷം മുഴുവനും എല്ലാ ദിവസവും സ്വർഗീയ മന്ന കൊണ്ട് കർത്താവ് നിങ്ങളെ പോഷിപ്പിക്കട്ടെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു. കർത്താവിൽ നമുക്ക് ആശ്രയിക്കാം. അങ്ങനെ എല്ലാ ദിവസവും പുതിയ നന്മകളെ സൃഷ്ടിക്കുന്നവൻ, 7-ാം ദിവസം സ്വസ്ഥത തരുന്നവൻ, അതുപോലെ തിങ്കൾ തൊട്ട് ഞായർ വരെയുള്ള എല്ലാ ദിവസങ്ങളിലും നിങ്ങൾ കർത്താവിൽ ആനന്ദിക്കാനും ബലപ്പെടാനും യേശു ഇടയാക്കട്ടെ.
ചേർന്ന് പാടി യേശു കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. Purify my heart, let me be as gold and precious silver. Purify my heart, let me be as gold, pure gold, refiner's fire. My heart's one desire, it is to be holy, set apart for you, Lord. I choose to be holy, set apart for you, my Master, ready to do your will. Purify my heart, cleanse me from within. Lord, make me holy. Purify my heart, cleanse me from my sin. Till within, refiner's fire. My heart's one desire, it is to be holy, set apart for you, Lord. I choose to be holy, set apart for you, my Master, ready to do your will. It is to be holy, set apart for you, Lord. I choose to be holy, set apart for you, my Master, ready to do your will. Ready to do your will. കഴിഞ്ഞ വർഷത്തിൽ നമ്മൾ തുടങ്ങിയതാണ് യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. അപ്പോൾ 2024 നല്ല ഒരു ഭാഗം യോഹന്നാന്റെ സുവിശേഷത്തിൽ നിന്ന് നിങ്ങളിങ്ങനെ ചിന്തിച്ച് ഓരോ വാക്യങ്ങളിങ്ങനെ വായിച്ച് വരികയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ യോഹന്നാന്റെ സുവിശേഷം പഠിക്കാൻ വേണ്ടി ജീസസ് എവരിഡേയുടെ യോഹന്നാന്റെ സുവിശേഷം 1 മുതലുള്ള ഭാഗം നിങ്ങൾക്ക് ആ ഓരോ എപ്പിസോഡ് എടുത്ത് നോക്കാം. അത് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹങ്ങൾ കൊണ്ടുവരും. ഒത്തിരി പേരെന്നെ വിളിച്ചു, യോഹന്നാന്റെ സുവിശേഷത്തിലെ ഓരോ വാക്യത്തിൻ്റെ അർത്ഥം ഇത്രയും ആഴമായതാണ്, ഇത്രയും വെളിപ്പാടുകൾ കൊണ്ട് നിറഞ്ഞതാണ് എന്ന് അനേകർ എന്നോട് പറഞ്ഞു. ശ്രദ്ധിക്കുന്ന ഓരോരുത്തർക്കും കൂടുതൽ വെളിപ്പാടുകളും കൃപകളും കർത്താവ് തരട്ടെ. 21-ാം അധ്യായത്തിൽ നമ്മൾ എത്തുന്നതിന് മുമ്പ് ഒത്തിരി പേര് കൃപകളാലും വരങ്ങളാലും നിറയട്ടെ. സാമ്പത്തിക വഴികൾ തുറക്കട്ടെ. പരിശുദ്ധാത്മാവിന് വലിയ പ്രവർത്തികൾ നിങ്ങൾ കാണും.
ഇന്ന് നമുക്ക് യോഹന്നാൻ 17 വരാം. ഇത് സംബന്ധിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞത് എന്തെന്നാൽ, കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചത് അതാണ്. സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞു, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. യേശുവിനറിയാം, പിതാവേ, നാഴിക വന്നോ? പിതാവേ, നാഴിക എപ്പോൾ വരും? എനിക്കൊന്ന് വെളിപ്പെടുത്തണമേ. അതൊന്നുമല്ല, പിതാവേ, നാഴിക വന്നിരിക്കുന്നു. യേശു നമുക്കൊരു മോഡലാണ്. യേശു ഒരു കാര്യത്തിന് കാത്തിരിക്കുകയല്ല. യേശുവിനെ അറിയാം ഓരോ ദിവസവും സമയമായോ ഇല്ലയോ. അതുകൊണ്ടാണ് കാനാവിലെ കല്യാണ വീട്ടിൽ യേശു പറഞ്ഞത്, എൻ്റെ സമയം, നാഴിക ഇതുവരെ വന്നിട്ടില്ല. എന്നിട്ടും മറിയ ശുശ്രൂഷക്കാരെ കൂടെ നിർത്തിയപ്പോൾ അവൻ എന്തെങ്കിലും കൽപ്പിച്ചാൽ അത് ചെയ്യാൻ പറഞ്ഞു. യേശു അത് ചെയ്തു. അത്ഭുതം ചെയ്യാൻ സമയമായിട്ടില്ല, എന്നിട്ട് യേശു അത്ഭുതം ചെയ്തില്ലേ? ദൈവം സ്വന്തം പുത്രന്റെ കയ്യിലേക്ക് എന്ത് ചെയ്യണം, എന്ത് ചെയ്യണ്ട എന്ന് കൽപ്പിച്ചു വെച്ചിരിക്കുകയാണ്. അത് സന്ദർഭോചിതമായിട്ട് ഉപയോഗിക്കുക. സമയം വന്നോ, സമയം വന്നില്ലേ എന്ന് ദൈവമല്ല പിന്നെ തീരുമാനിക്കുന്ന പുത്രനാണ്. എൻ്റെ നാഴിക വന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടും സമയമായിട്ടില്ലെങ്കിലും യേശു ചെയ്തു. അപ്പൊ നാഴിക വന്നില്ലേ? അത്ഭുതം ചെയ്യാനുള്ള സമയം വന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ടും യേശു അത്ഭുതം ചെയ്തു. അതിൻ്റെ അർത്ഥം മരണവും ജീവനും നാവിൻ്റെ അധികാരത്തിലാണ്. നമ്മളാണ് തീരുമാനിക്കുന്നത് ഒരു വ്യക്തിക്ക് വിടുതൽ കൊടുക്കണമോ, ഒരു വീട്ടിൽ സമാധാനം കൊടുക്കണമോ, ഒരു വീട്ടിൽ രക്ഷ കൊടുക്കണമോ, ഒരു കുടുംബത്തെ തീയിൽ നിന്ന് വലിച്ചെടുക്കണമോ. ചിലർ പറയും എൻ്റെ സമയമായിട്ടില്ല. ആര് പറഞ്ഞു? മറ്റുള്ളവരെ രക്ഷിക്കുവാൻ, മറ്റുള്ളവരെ വിടുവിക്കുവാൻ, മറ്റുള്ളവരെ സഹായിക്കാൻ നീ ദൈവത്തെ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. നിന്റെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇവിടെ യേശു പറയുകയാണ്, പിതാവേ, സമയം വന്നു. അപ്പൊ സമയത്തെക്കുറിച്ച് കർത്താവിന് ഭയങ്കരമായ ഒരു നിശ്ചയമുണ്ടായിരുന്നു. കർത്താവ് സമയത്തിൻ്റെ ആളാണ്, എല്ലാം സമയത്ത് ചെയ്യുന്നവനാണ്. അതുകൊണ്ടാണ് സഭാപ്രസംഗിയിൽ പറയുന്നത്, അവൻ സകലതും അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്ത് നിത്യതയും നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു. അതതിൻ്റെ സമയത്ത് ഭംഗിയായിട്ട് എല്ലാം കർത്താവ് ഭംഗിയായിട്ടേ ചെയ്യുള്ളൂ. ഒന്നും കർത്താവ് കുറക്കില്ല. എല്ലാം അതതിൻ്റെ സമയത്ത്. നിങ്ങളുടെ വീട്ടിലെ കാര്യങ്ങളെല്ലാം അതതിൻ്റെ സമയത്ത് ഭംഗിയായി ചെയ്യും. വീട്ടിലെ ഒരു കാര്യവും മുടങ്ങിപ്പോകത്തില്ല. യേശുവിനെ സേവിക്കുന്ന ഒരു ദൈവ പൈതലിൻ്റെ വീട്ടിലെ ഒരു കാര്യവും മുടങ്ങിപ്പോകത്തില്ല, ഞാൻ ഉറപ്പു തരുന്നു. എല്ലാം ഭംഗിയായി അതതിൻ്റെ സമയത്ത് അത് നടക്കുമെന്നല്ല, ഭംഗിയായി. ദൈവം കാലാവസ്ഥയുടെ ദൈവമല്ലേ? ഓരോ ക്ലൈമറ്റ് ഓരോരോ സമയത്ത്. ഡിസംബർ വരുമ്പോൾ ഒരു ചെറിയൊരു തണുപ്പില്ലേ? ജനുവരിയിൽ ഒരു തണുപ്പില്ലേ? ചില സീസണിൽ കാറ്റുകളുടെ സീസൺ ഇല്ലേ? ചില സമയത്ത് ഭയങ്കര ചൂടല്ലേ? ഇതെല്ലാം ഈ ഭൂമിക്ക് വേണം. അതതിൻ്റെ സമയത്ത് എല്ലാ സിസ്റ്റവും ഉണ്ടാക്കി വെച്ചിരിക്കുക. അതിങ്ങനെ കയറി ഇറങ്ങി വന്നുകൊണ്ടിരിക്കും. ദൈവം സമയത്തിൻ്റെ ദൈവമാണ്. എല്ലാറ്റിനും ഒരു സമയമുണ്ട് എന്ന് സഭാപ്രസംഗിയിൽ നമ്മൾ കാണും. സൂര്യൻ്റെ കീഴെ ഉള്ള സകലത്തിലും ഒരു സമയം ദൈവം വെച്ചിട്ടുണ്ട്. സൂര്യൻ്റെ കീഴെ എല്ലാ കാര്യങ്ങൾക്കും ഒരു സമയം വെച്ചിട്ടുണ്ട്. സൂര്യൻ്റെ ഈ ഭൂമിയിലെ സൂര്യൻ്റെ കീഴെ അല്ലാത്ത കാര്യമുണ്ട്, അത് നീതി. സൂര്യൻ്റെ കീഴെ എല്ലാ കാര്യങ്ങളും അത്ഭുതമായിരിക്കും. അതിന് ഭൂമിയിലെ സമയമല്ല, അത് സ്വർഗത്തിൻ്റെ സമയമാണ്. സൂര്യൻ്റെ കീഴിലുള്ളതിനൊക്കെ ഓരോ ടൈമുണ്ട്. ജനിപ്പാനൊരു കാലം, മരിക്കാനൊരു കാലം, നടുവാനൊരു കാലം, നട്ടത് പറിക്കാനൊരു കാലം, ചിരിക്കാനൊരു കാലം, കരയാനൊരു കാലം. എന്നാൽ നീതി സൂര്യൻ്റെ കീഴിൽ അങ്ങനെയല്ല. കരയാനൊരു കാലവും ചിരിക്കാനൊരു കാലവും അല്ല, ചിരിക്കാനുള്ള കാലമേ ഉള്ളൂ. എന്നാൽ ഈ ഭൂമിയിലെ സൂര്യൻ്റെ കീഴെയോ
സഭാപ്രസംഗി ഒന്നിലുണ്ട്, സൂര്യന്റെ കീഴിൽ ഒന്നും പുതിയതല്ല. എന്നാൽ നീതിസൂര്യനായ ക്രിസ്തുവിന്റെ കീഴെ എല്ലാം പുതിയതാണ്. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതിയതായി. 2024 25 പുതിയ ദിവസങ്ങൾ ജീവിച്ചുകൊണ്ട് നമ്മൾ പുതിയതാകില്ല, ക്രിസ്തുവിലായി തീരണം. 2 കൊരിന്ത്യർ 5:17 ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി, പഴയത് കഴിഞ്ഞുപോയി, സകലതും പുതുതായി തീർന്നു. എല്ലാം പുതിയതാണ്. പഴയതെല്ലാം മാറിപ്പോട്ടെ, എല്ലാം പുതിയതായി. ക്രിസ്തുവിലെല്ലാം സമയമായിരിക്കുകയാണ് എന്തും ചെയ്യാൻ. എന്നാൽ ഭൂമിയിലെ സിസ്റ്റം, ആ സിസ്റ്റത്തിൽ വർക്ക് ചെയ്യുന്നവർക്ക് എല്ലാത്തിനും ഒരു സമയമൊക്കെ ഉണ്ട്. അവർക്ക് അതൊക്കെ നോക്കണം. ഇന്ന കാലം നോക്കണം, വീട്ടിൽ നിന്ന് ഇറങ്ങാനൊരു കാലം, കല്യാണത്തിന് പെണ്ണിനെയും കൊണ്ട് ഇറക്കി പോകാനായിട്ടൊരു കാലം, എന്തൊക്കെയോ കാലങ്ങൾ നോക്കും. അതിൻ്റെ സമയമുണ്ട്, ഇത്ര മണിക്ക് ഇറങ്ങാവൂ. പിന്നെ വീട് അങ്ങോട്ട് തിരിഞ്ഞിരിക്കാൻ പാടില്ല, അടുക്കള മുമ്പിൽ വരാൻ പാടില്ല. ഞാൻ ഓസ്ട്രേലിയയിലെ ടാസ്മാനിയയിൽ ചെന്നപ്പോൾ ഒരു വലിയ ബംഗ്ലാവിൽ പാർത്തു. വീട്ടിലോട്ട് കയറുമ്പോൾ തന്നെ അടുക്കളയാണ്. എന്നിട്ട് അവർക്ക് ഒരു കുഴപ്പമില്ല. ഞാൻ വർഷങ്ങൾ ബാംഗ്ലൂരായിരുന്നു ഞാൻ ജോലി ചെയ്തതൊക്കെ. ആ സമയത്ത് നമ്മുടെ കേരളത്തിലെ പോലെയല്ല, ഒരു 1/2 സെന്റ് ഭൂമിക്കകത്ത് ആണ് ഫാമിലികൾ പാർക്കുന്നത്. അവർക്ക് എങ്ങോട്ട് തിരിച്ചു വെക്കാനാണ് വീട്. ഞാൻ ഒരിക്കൽ പാർത്ത ഒരു വീട്ടിൽ കട്ടിലിൻ്റെ അടിയിലാണ് കിണർ. കിണറിൻ്റെ സ്ഥാനം കട്ടിലിൻ്റെ അടിയിലാണ്. അവരിങ്ങനെ ഒരു ഗ്രില്ല് കൊടുത്തേക്കാണ്, അതിൽ നിന്ന് മോട്ടർ കൊടുത്തേക്കാണ്. വാടക വീടാ. വേറെ കിണറിൻ്റെ മുകളിലാണ് വീട്. ബെഡ്റൂമിൽ കട്ടിലിൻ്റെ അടിയിലാണ് കിണർ. അങ്ങനെ അതിൻ്റെ മുകളിലാണ് കിടന്നുറങ്ങിയിരുന്നത്. ഇപ്പം ഈ കുറേ സ്ഥലവും കുറേ കാശും കുറച്ച് അഹങ്കാരവും ഉണ്ടെങ്കിൽ വീട് അങ്ങോട്ടും തിരിച്ചു വെക്കാം. ഇതിലൊന്നും ഒരു കാര്യമില്ല. നീതി സൂര്യന്റെ കീഴെ എങ്ങോട്ട് തിരിച്ചു വെച്ചാലും അനുഗ്രഹം. അബ്രഹാമിനോട് പറഞ്ഞു, നീ വടക്കോട്ടോ തെക്കോട്ടോ കിഴക്കോട്ടോ എങ്ങോട്ട് വേണമെങ്കിലും നോക്കിക്കോ, നീ നോക്കുന്നതെല്ലാം അനുഗ്രഹമായിട്ട് നിനക്ക് തരും. ഏത് ദിക്കും ഞാൻ നിനക്ക് തരും. ദിക്കുകൾക്കോ സമയങ്ങൾക്കോ പുതിയ നിയമസഭയിൽ പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. രാത്രി വേണമെങ്കിൽ സുവിശേഷം പറയാം, പകൽ വേണമെങ്കിൽ സുവിശേഷം പറയാം, ഏത് ദിവസവും കല്യാണം നടത്താം. എന്താ വെള്ളിയാഴ്ച കല്യാണം നടത്തിയാൽ, ചൊവ്വാഴ്ച കല്യാണം നടത്തിയാൽ, ഇതിലൊന്നും ഒരു കാര്യമില്ല. നമുക്ക് ഓഡിറ്റോറിയം റെന്റിന് കിട്ടുന്നത് എന്നാണ് അന്നങ്ങടെ കല്യാണം നടത്തുക. അയ്യോ, ചൊവ്വാഴ്ചയും വെള്ളിയാഴ്ചയും ആരും ഓഡിറ്റോറിയം എടുക്കൂല. അന്ന് നമുക്ക് എടുത്തൂടെ, പൈസയും കുറച്ച് കിട്ടും. ഏത് വീട്ടിൽ പാർത്താൽ എന്താ? വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ചർച്ചിന് വേണ്ടി ഒരു 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 കുട്ടനാട്ടിലൊരു ലാൻഡ് മേടിക്കാൻ ചെന്നപ്പോൾ ആ ലാൻഡ് ആർക്കും വേണ്ട. ഒരു 5-10 സെന്റിൽ ഒരു വീട്, ഒരു കിണറൊക്കെ ഉള്ള, അവിടെ 4 പേര് മരിച്ചതാണെന്ന്. ആർക്കും വേണ്ട. 1.25 ലക്ഷത്തിന് കൊടുക്കാനിട്ടിരി, ആർക്കും വേണ്ട. ഞാനതങ്ങോട്ട് മേടിച്ചു. അതിനകത്തായിരുന്നു കുറച്ച് നാൾ ഒരു പ്രാർത്ഥനയൊക്കെ നടത്തിയത്. കാരണം 4 പേര് മരിച്ച വീടാണ്. അവിടെ പാർത്താൽ എന്താണ്? കാരണം ക്രിസ്തുവിൽ വസിക്കുന്നവന് ഇതൊന്നും ഒരു വിഷയമല്ല. ഇത് കേൾക്കുന്ന പലരും പല സംശയങ്ങളിൽ നിന്ന് പുറത്തു വരും. എല്ലാ ദിവസവും ഒരു ദൈവ പൈതലിന് അത്ഭുതത്തിനുള്ളതാണ്. എല്ലാ ദിവസവും ആരംഭത്തിലൊരു വാക്യം പറഞ്ഞു, ഇത് കർത്താവ് ഉണ്ടാക്കിയ ദിവസം, കർത്താവ് ഉണ്ടാക്കിയ ഭൂമി, കർത്താവിൻ്റെ പുതിയ സൃഷ്ടികൾക്ക് എവിടെയും പാർക്കാം. പാർക്കുന്ന നാട്ടിലോ, ഇവിടെ നിന്ന് പോകണം, ഇവിടെ ഇങ്ങനൊരു പ്രശ്നമുണ്ട്, ഒരു പ്രശ്നവുമില്ല. നീ എവിടെ പാർത്താലും ക്രിസ്തുവിലാണോ, കർത്താവിലാണോ വസിക്കുന്നത്? നീ ഏത് ദിക്കിലോട്ടും വേണമെങ്കിൽ തിരിഞ്ഞ് വീട് വെക്കുകയോ ഏത് സ്ഥലത്ത് പോയി പാർത്താലും യേശു പാർത്ത എവിടെയാണ്? ഇരുട്ടിൽ, ഏറ്റവും ഇരുട്ടുള്ള ജനം, ഇരുട്ടിലിരിക്കുന്ന ജനം, അതായത് ഏറ്റവും ബന്ധനത്തിലിരിക്കുന്ന, ഏറ്റവും ശാപത്തിലിരിക്കുന്ന,
ഏറ്റവും വേദനയിലിരിക്കുന്ന, ഏറ്റവും അഴുക്കിലിരിക്കുന്ന, ഏറ്റവും പാപത്തിലിരിക്കുന്ന ജനം അവർ വലിയൊരു വെളിച്ചം കണ്ടെന്നു. യേശു ഗലീലക്കാരനായി. യേശു ഗലീലയിൽ വന്ന് പാർത്തു. യേശുവിൻ്റെ ശുശ്രൂഷ മുഴുവൻ ഗലീല തീരത്തിൻ്റെ സൈഡ് ആ ഭാഗങ്ങളിലായിരുന്നു. ഇരുട്ടിലിരിക്കുന്ന ജനം വലിയൊരു വെളിച്ചം കണ്ടു. യേശു നസറേത്തിൽ വന്ന് പാർത്തു. യേശു കഫർനഹൂമിൽ വന്ന് പാർത്തു. ഇരുട്ടിലിരിക്കുന്ന സ്ഥലങ്ങൾ, ഏറ്റവും മോശമായ സ്ഥലം. ക്രിസ്തുവിൽ വസിക്കുന്ന ഒരു വ്യക്തിക്ക് എവിടെയും പാർക്കാം, ഏത് നാട്ടിലും പോകാം, ഏത് ദിക്കിലോട്ട് തിരിഞ്ഞ് വീടും വെക്കാം. രാത്രിയെന്നില്ല, പകലെന്നില്ല, ക്രിസ്തുവിലാണോ എന്ന് നോക്കിയാൽ മതി. നാം നീതി സൂര്യനായ ക്രിസ്തുവിൻ്റെ കീഴെയാണ്. നാം ഈ കാണുന്ന പകൽ കാണുന്ന സൂര്യൻ്റെ കീഴേ അല്ല. നമുക്ക് എപ്പോഴും വെളിച്ചമാണ് ക്രിസ്തുവിൽ. നമ്മൾ ഇനി ഒരു ഇരുട്ടിലേക്ക് പോകില്ല. നമ്മുടെ സമയം വന്നിരിക്കുകയാണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എൻ്റെ സമയം വന്നിട്ടില്ലെന്ന് പറഞ്ഞാലും മറ്റുള്ളവർ നിർബന്ധിച്ചാൽ നമുക്ക് ഒരത്ഭുതം അവിടെ ചെയ്യാം. കാരണം നമ്മെ ദൈവം അതിനായി അഭിഷേകം ചെയ്തിരിക്കുന്നു. മറ്റൊരു ദിവസത്തിലേക്ക് മാറേണ്ടെന്ന്, ഈ വർഷത്തിൽ ഒരു ദിവസം പോലും കാത്തിരിക്കേണ്ടത്. ഇന്ന് എന്ന് പറയുന്ന ദിവസം നമുക്കൊരു ദൈവപ്രവൃത്തിയെ റിലീസ് ചെയ്യാൻ പറ്റും. ഇന്ന് ഒത്തിരി പേരെ രക്ഷിക്കാൻ കഴിയും. ഇന്ന് ഒത്തിരി പേരുടെ കണ്ണുനീര് തുടക്കാൻ കഴിയും. അതിന് മറ്റൊരു ദിവസം കാത്തിരിക്കേണ്ട. ഏറ്റൊടുവിൽ പറയണം, പിതാവേ സമയമായി, നീ എന്നെ ഏൽപ്പിച്ച വേല തീർക്കാൻ സമയമായെന്ന്. ഏറ്റൊടുവിൽ, അത് 85-ാമത്തെ വയസ്സിലാണോ 70-ാമത്തെ വയസ്സിലാണോ, ഈ ഭൂമിയിൽ ദൈവം വെച്ച ആയുസിൻ്റെ ഏറ്റൊടുവിൽ, കർത്താവേ നീ എനിക്ക് തന്ന എല്ലാ വേലയും ഞാൻ തികച്ചിരിക്കുന്നു, എൻ്റെ സമയമായി. യാക്കോബിനെ അറിയാമെന്നത് തൻ്റെ സമയമായി. യേശുവിനെ അറിയാം. ഓരോ വ്യക്തികളും അവരുടെ സമയമായപ്പോൾ എല്ലാവരും അടുക്കൽ വിളിച്ചെന്നൊക്കെ വായിക്കും. ദാവീദ് സമയമായത് ദാവീദിന് മനസ്സിലായി. യാക്കോബിൻ്റെ സമയമായത് യാക്കോബിന് മനസ്സിലായി. യേശുവിൻ്റെ സമയം യേശുവിന് മനസ്സിലായി. ഇതുപോലെ ഈ ഭൂമിയിൽ യാദൃച്ഛികമായിട്ട് നമ്മുടെ ഒടുവിലത്തെ ദിവസം വരില്ല. നമ്മുടെ വേല തികയ്ക്കുന്ന പൗലോസ് പറഞ്ഞു, ഞാൻ നല്ല പോർ പൊരുതി, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. തീർന്നു, ഇനി ഞാൻ കാത്തിരിക്കുകയാണ് നീതിയുടെ കിരീടത്തിന്. ഞാൻ വേല തീർത്തു, പൂർത്തീകരിച്ചതുവരെ യേശുവിനെ അറിയാം. ഇടക്ക് വെച്ച് പൗലോസ് പോയില്ല. ഇതുപോലെ ഈ വർഷം നമ്മുടെ വേല മനോഹരമായി തീർക്കാൻ, നമ്മുടെ ആയുസ്സിൽ നമ്മുടെ വേല ഭംഗിയായി തീർക്കാൻ, വീട്ടിലെ കുടുംബം നന്നായിട്ട് കൊണ്ടുപോകണം. സമൂഹത്തിൽ നാം ചെയ്യേണ്ട സേവനങ്ങൾ നന്നായിട്ട് ചെയ്യണം. സ്നേഹബന്ധങ്ങൾക്ക് കൊടുക്കേണ്ടത് കൊടുക്കണം. രക്തബന്ധങ്ങൾക്ക് കൊടുക്കേണ്ട നന്മകൾ, സേവനങ്ങൾ, അനുഗ്രഹങ്ങൾ കൊടുക്കണം. നമ്മളൊരു അനുഗ്രഹമാണ്. എല്ലാവർക്കും വെളിച്ചമായിട്ട് പ്രകാശിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ. യേശുവിലായിരിക്കുക, ക്രിസ്തുവിലായിരിക്കുക. പ്രാർത്ഥിക്കാം. യേശുവിൻ്റെ നാമത്തിൽ ഈ ദൈവവചനങ്ങൾ കേട്ടവർ ഒരത്ഭുതമായി ജ്യോതിസുകളെ പോലെ ഈ കാലഘട്ടത്തിൽ ശോഭിക്കട്ടെ. ദാനിയേൽ പ്രവചനം 12 വായിക്കുന്നത് പോലെ അനേകരെ നീതിയിലേക്ക് തിരിക്കുന്നവർ നക്ഷത്രങ്ങളെ പോലെ എന്നും എന്നേക്കും പ്രകാശിക്കുമെന്ന് വായിക്കും പോലെ എന്നും പ്രകാശിക്കുന്ന നക്ഷത്രങ്ങളായി ഓരോരുത്തരും തീരട്ടെ. സൗഖ്യമാകട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, ആയിരങ്ങളുടെ വിടുതൽ ഇവർ മുഖാന്തിരം സംഭവിക്കട്ടെ. ജീസസ് എവരിഡേ കേൾക്കുന്ന എല്ലാവരും കർത്താവിൻ്റെ അത്ഭുത വേലക്കാരായി മാറട്ടെ. അസാധാരണമായ അഭിഷിക്തരായി മാറട്ടെ. അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ. ആമേൻ. യേശുവിൻ്റെ കൃപ ഈ വർഷം മുഴുവൻ നിങ്ങളോട് കൂടി ഇരിക്കും. ഈ വർഷത്തിലെ ആദ്യത്തെ ഉപവാസ പ്രാർത്ഥന ഇന്നാണ്. പ്രൈസ് ജനറേഷൻ ചർച്ചിൽ വെച്ച് രാവിലെ 10:30 ആരംഭിക്കുന്നു. ആ മീറ്റിങ്ങിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. നാളത്തെ ദിവസം നമുക്ക് ഒരുമിച്ച് പ്രഭാത പ്രാർത്ഥനയ്ക്കായി കൂടാം. ഗോഡ് ബ്ലെസ് യു.